വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തുമാകട്ടെ, നിങ്ങൾക്ക് മറ്റൊരു ഭാഷയിൽ കമൻറ്റോ മെസ്സേജോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കീബോർഡിനോട് അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. കീബോർഡ് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഗൂഗിളിൻ്റെ ജി ബോർഡിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ കമ്പനി തരുന്ന മറ്റേതെങ്കിലും കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ജി ബോർഡിലേക്ക് മാറുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായ നിരവധി ഫീച്ചറുകൾ ജി ബോർഡിനകത്തുണ്ട്. അതിലൊരു ഫീച്ചറാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഏത് ഭാഷയിലേക്കും നിങ്ങൾ പറയുന്ന കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജി ബോർഡ് തന്നെ എഴുതി തരുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷനെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം, അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കാര്യം എനിക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഭാഷയിൽ ടൈപ്പ് ചെയ്യണമെങ്കിലും ഞാനിപ്പോൾ മലയാളത്തിലാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. നാളെ എവിടെയാണ് വരേണ്ടതെന്ന് പറയാമോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. അത് എനിക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്, സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഏത് ഭാഷകളും മലയാളത്തിൽ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനായി സഹായിക്കുന്നത് ഗൂഗിളിൻ്റെ ജി ബോർഡാണ്. അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ ജി ബോർഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിളിൻ്റെ ജി ബോർഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അത് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്കാണ് പോകുക. നിങ്ങൾക്കറിയാമല്ലോ, സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ദി ആപ്പ് ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ജി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ജി ബോർഡ് ഉള്ളവരും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തവരും നിങ്ങൾ സാധാരണ പോലെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയായാലും നിങ്ങൾ കീപാഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ട്രാൻസ്ലേറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെനു ഓപ്ഷൻ ഉണ്ട്. ഈ മെനു ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കീപാഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കൂട്ടത്തിലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. ജസ്റ്റ് ഇവിടെയുള്ള എഡിറ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കീബോർഡിലേക്ക് മുകളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ട്രാൻസ്ലേറ്ററിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നാലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് സെറ്റിങ്സ് എൻ്റെത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഇതാ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് സെറ്റിങ്സ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മുകളിൽ ലാംഗ്വേജ് എന്നുണ്ടാകും. ഞാനിപ്പോൾ ഇംഗ്ലീഷും മലയാളവുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആഡ് ലാംഗ്വേജിൽ ഏതൊക്കെ ലാംഗ്വേജ് വേണം അതൊക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഏത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആ ഭാഷയാണ് ഇവിടെ വേണ്ടത്. ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്കിതാ ഇവിടെ മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെയുള്ള മൈക്രോഫോൺ അല്ല, ഇവിടെ മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ ഇല്ലെങ്കിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബട്ടൺ ഓണോ എന്ന് നോക്കാം. ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്യാം. ഓൺ ആണെങ്കിൽ നമുക്ക് എന്തായാലും കീബോർഡിൻ്റെ ഈ വശത്തായിട്ട് മൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇനി ജസ്റ്റ് നിങ്ങൾ ഈ ട്രാൻസ്ലേറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് പറയേണ്ടത്? പ്രിയപ്പെട്ട സുഹൃത്തെ, നാളെ അവധിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതി തന്നിട്ടുണ്ട്. ഇനി മറ്റു ഭാഷകളിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഭാഷയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇനി എനിക്ക് ഏത് ഭാഷയാണ് മാറ്റേണ്ടത് അത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് എഴുതുന്നതാണ്. ഇതുപോലെ നമുക്ക് വേണ്ട ഭാഷകൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും എന്തിലായാലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.